ഹായ് ഓൾ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ പുറത്ത് വെച്ചിട്ടുള്ളൊരു കുക്കിംഗ് വീഡിയോ ആണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ ആദ്യം നമുക്കൊരു മസാല റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഞാനൊരു ഇതേപോലെ ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു 8-10 അല്ലി വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരില്ലി കറിവേപ്പിലയും പാകത്തിനുള്ള ഉപ്പും 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂണ് പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും ഒരു 3 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയും പിന്നെ 1/2 ടീസ്പൂണ് ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്കൊരു 1/4 കപ്പ് തൈരും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. പിന്നെ ഞാനിവിടെ 1 കിലോഗ്രാം ചിക്കന് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരച്ചെടുത്തിട്ടുള്ള പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. മസാലയൊക്കെ ചിക്കൻ്റെ എല്ലാ ഭാഗത്തും പിടിക്കുന്നത് വരെ നന്നായിട്ട് ഇതുപോലെ കുഴച്ചെടുക്കാം. എന്നിട്ട് നമുക്കിത് അടച്ചു വെച്ചിട്ട് ഒരു 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം, മസാലയൊക്കെ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ സമയം ഉണ്ടെങ്കിൽ തലേ ദിവസമൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസമൊക്കെ എടുത്താൽ മതി കേട്ടോ. പിന്നെ നമുക്കിനി അടുപ്പ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ നമ്മൾ പുറത്ത് വെച്ചിട്ടാണ് ഈ ചിക്കന് ചുട്ടെടുക്കുന്നത്. അപ്പോൾ ചിക്കന് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു കല്ലൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 3 സൈഡിലും ഇതുപോലെ കല്ല് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അടിയിൽ കുറച്ച് ചിരട്ടയിൽ മണ്ണെണ്ണ ഒഴിച്ചിട്ട് വെണ്ണീരിൽ മണ്ണെണ്ണ ഒഴിച്ചിട്ടാണ് കേട്ടോ തീ പിടിപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുള്ളത്. അതിൻ്റെ മേലെ ചെറിയ കമ്പുകളൊക്കെ വെച്ചിട്ട് പിന്നെ കുറച്ച് ചിരട്ടകൾ ഇങ്ങനെ കമഴ്ത്തി വെച്ചിട്ടുണ്ട്. എന്നാൽ ചിരട്ട പെട്ടെന്ന് തന്നെ കത്തി പിടിച്ചോളും. അപ്പോൾ നമ്മൾ ഈ ചിരട്ടയുടെ കണലിലാണ് കേട്ടോ ചിക്കന് ചുട്ടെടുക്കുന്നത്. അപ്പോൾ ചിരട്ട നന്നായിട്ട് കത്തിയതിന് ശേഷം പിന്നെ ഇത് കെട്ട് കണലായിട്ട് മാറണം. അതിന് ശേഷമുള്ള നമ്മൾ ചിക്കന് ചുടാൻ വേണ്ടിയിട്ട് വെക്കുള്ളൂ. അപ്പോൾ ഇതിൽ ഞാൻ ഒരുപാട് ചിരട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരുപാട് ചിരട്ട ഇട്ട് കൊടുത്താലുള്ളൂ നമുക്ക് നല്ല കണലുണ്ടാവുള്ളൂ. അപ്പോൾ നല്ല കണൽ വേണം കേട്ടോ ചുട്ടെടുക്കാൻ. അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് കത്തി തീരുമ്പോഴത്തേന് നമുക്ക് ഗ്രില്ലിൽ ചിക്കനൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മുടെ ഗ്രില്ലിൽ പറ്റി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഇങ്ങനെ ഗ്രില്ലിൽ തടവി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതുപോലെ ചിക്കൻ്റെ പീസുകളൊക്കെ വെച്ച് കൊടുക്കാം. ചാർക്കോളൊക്കെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വെച്ചിട്ട് കണലുണ്ടാക്കിയെടുത്താലും മതി. ഞാനിപ്പോൾ ഇവിടെ ചാർക്കോളൊന്നും ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ചിരട്ടയുടെ കണലിൽ ചുട്ടെടുക്കുന്നത് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യാം. അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. ഇപ്പോൾ തീയൊക്കെ കെട്ടത് ചിരട്ട കണലായി മാറിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഗ്രില്ല് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് കണലിന് ചൂടുണ്ടാവാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് ഊതി കൊടുക്കണം കേട്ടോ. ഊതി കൊടുക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും പേപ്പർ വെച്ചിട്ടൊക്കെ ഒന്ന് മിന്നി കൊടുത്താലും മതി. അപ്പോൾ ആ ഒരു കാറ്റിൽ കണൽ നന്നായിട്ട് ചിരട്ടയിലുണ്ടാവും. ഇപ്പോൾ ഒരു സൈഡ് ഏകദേശം ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് മറച്ച് വെച്ച് കൊടുക്കാം. അപ്പോൾ വീണ്ടും ഇനി ഒരു ഈ സൈഡും കൂടെ മറച്ച് വെച്ചിട്ട് വീണ്ടും വേവിക്കേണ്ടി വരും. അപ്പോൾ കണൽ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും ഒന്നും കൂടെ നമുക്ക് കത്തിച്ച് കൊടുക്കേണ്ടതായിട്ടുണ്ട്. കണലുണ്ടെങ്കിൽ കത്തിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല, ഇടയ്ക്കൊന്ന് ഊതി കൊടുത്താൽ മതി. എങ്ങനെയായാലും നമ്മളിതൊരു 1 മണിക്കൂറൊക്കെ ഇങ്ങനെ വെച്ച് വെക്കണം കേട്ടോ. ചെറിയൊരു കണലിൽ ഇങ്ങനെ വെച്ചിരുന്നാൽ മതി. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കണൽ പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഇതുപോലെ ഊതി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചിക്കന് പെട്ടെന്ന് തന്നെ കുക്കാവും. അപ്പോൾ ചിക്കന് കുക്കായി വരുമ്പോൾ നല്ല മണം വരുന്നുണ്ട് കേട്ടോ. അതിങ്ങനെ ആ ചുട്ടെടുത്തിട്ടുള്ള ഒരു മണമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ മണം കേട്ടിട്ട് കുറേ പൂച്ചകളും എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിതാ തേച്ചു മറിച്ചൊക്കെ ഇട്ട് നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഗ്രില്ലിൽ ഓയിലാക്കി കൊടുത്തത് കാരണം അങ്ങനെ ഒരുപാട് പറ്റി പിടിച്ചിട്ടൊന്നുമില്ല കേട്ടോ. ഇങ്ങനെ നമുക്ക് എടുക്കുമ്പോൾ തന്നെ ഇത് കിട്ടും. അപ്പോൾ ഓയിലാക്കി എടുത്തിട്ടില്ലെങ്കിൽ നമ്മൾ എപ്പോഴും ഉപയോഗിക്കാത്ത ഗ്രില്ലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പം ഇതിൽ പറ്റി പിടിച്ച് നിൽക്കും കേട്ടോ. അപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. ഇങ്ങനെ പിച്ചിയാൽ തന്നെ നന്നായിട്ട് പോരുന്നുണ്ട്. അപ്പോൾ ചിക്കനിലേക്ക് ഞാനിവിടെ മയോണൈസും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് മയോണൈസിൽ മുക്കിയിട്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം.
അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഈ ഒരു ചിക്കന്, നല്ല ടേസ്റ്റും ഉണ്ട്. അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ജ്യൂസി ആയിട്ടുള്ള ഒരു ചിക്കൻ ചുട്ടതാണിത്. അപ്പോൾ അതാ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും എത്രത്തോളം സോഫ്റ്റ് ആണെന്നുള്ളത്. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.